ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനെന്ന നേട്ടം സ്വന്തമാക്കിയ വൈക്കത്തെ ചിഹ്നമിടുക്കനെ ജന്മനാട്ടിൽ ആദരിച്ചു. വൈക്കം ചെമ്പ് തെക്കേച്ചിറ ഗിരീഷിൻ്റെയും ചിഞ്ചുവിൻ്റെയും മകനും കാക്കനാട് ജെംസ് മോഡേൺ അക്കാദമിയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ശ്രേയസിനെയാണ് ഏനാദി ടാഗോർ മെമ്മോറിയൽ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും സ്വീകരണവും നൽകിയത്. സ്വീകരണ സമ്മേളനം വൈക്കം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK ഗോപി ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രബോധം ഉള്ളവരായി കുട്ടികൾ വളരണമെന്നും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തള്ളി യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് ശാസ്ത്ര അവബോധത്തിൻ്റെ പിൻബലത്തോടെയാണെന്നും അതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് അതിലേറെ അഭിമാനകരമാണെന്നും TK ഗോപി അഭിപ്രായപ്പെട്ടു. തന്നെ എഴുതി വച്ചിരിക്കുന്നത് ശാസ്ത്രം ബോധം ഉണ്ടാവണം. ശാസ്ത്രാവബോധം ഉണ്ടായെങ്കിലേ മനുഷ്യനായ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങളെ തള്ളി അനാചാരങ്ങളെ തള്ളി യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് ശാസ്ത്രാവബോധത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മറ്റ് ചടങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രാവബോധത്തിന് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളുടെ ഭാഗമായി നിൽക്കാൻ നമ്മുടെ ശ്രേയസ് ഗിരീഷിന് കഴിഞ്ഞു എന്നുള്ള ഒരു മഹത്തായ ഒരു കാര്യം. വായനശാല പ്രസിഡന്റ് S ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് വൈസ് പ്രസിഡന്റ് സാബു P മണലോടി മുഖ്യ പ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി CR ശ്രീകുമാർ, KK പ്രഭാകരൻ, കവിത ടീച്ചർ, TC ഗോപി, N വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി ഭാരവാഹികളും പ്രദേശവാസികളുമടക്കം 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുമായി സഹകരിച്ച് നടത്തിയ ഓൺലൈൻ ക്യാമ്പയിനിലാണ് ശ്രേയസിൻ്റെ അപൂർവ നേട്ടം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി ഗിന്നസ് റെക്കോർഡ്സിൻ്റെ പരിഗണനയിലുമാണ് ഈ 13കാരൻ. നാസയുടെ സഹകരണത്തോടെ കണ്ടെത്തിയ 800-ലധികം ചിഹ്നഗ്രഹങ്ങളിൽ 2 എണ്ണമാണ് ശ്രേയസിൻ്റെ ക്രെഡിറ്റിലുള്ളത്. 2021 നാസയുടെ ഈ റിസർച്ച് ടീമിൽ അംഗമായി. തുടർന്ന് 2022 നാസയുടെ സിറ്റിസൺ സയൻറ്റിസ്റ്റായി. മാസ് ഇന്ത്യ ഒബ്സർവേഷൻ ടീമായ മിൽക്കി വേ എക്സ്പ്ലോറർ ടീം അംഗമായി പ്രവർത്തിക്കുമ്പോഴാണ് ശ്രേയസ് 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയത്. ഈ വർഷം ജനുവരിയിൽ തുടങ്ങിയ ക്യാമ്പയിനിൽ ഫെബ്രുവരി 5 മുതൽ 29 വരെ നടത്തിയ റിസർച്ചിലാണ് ശ്രേയസിൻ്റെ നേട്ടം.